നാളെ നമ്മുടെ ഇൻ്റർനാഷണൽ ആൻറ്റി നാർക്കോട്ടിക് ഡേ ആണ്. മാത്രമല്ല നമ്മളിപ്പോൾ കേരള സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുടനീളം പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണം നടന്നു വരികയാണ്. അങ്ങനെയാണ് ഇന്ന് പൊൻകുന്നം ഭാഗത്ത് വെച്ച് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തി വരവെ ഒരു ബൊലേനോ വാഹനം സംശയമായിട്ട് കാണുകയും അതിനെ തടഞ്ഞു നിർത്തിയുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരെ പരിഭവം കാണിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു പരിഭ്രമം കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവരുടെ പക്കൽ MDMA ഉണ്ടെന്നും അവർ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നതാണെന്നും പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഒരു വർക്ക്ഷോപ്പിലോട്ട് വണ്ടിയും കൊണ്ടുവന്ന് ഒരു വർക്ക്ഷോപ്പിൽ വന്ന് ഈ വണ്ടിയുടെ ഈ ഡോർ പാഡിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോർ പാഡ് തുറന്ന് പരിശോധിക്കുമ്പോൾ കണ്ടത് ഒരു 250 ഗ്രാമോളം ഏകദേശം 1/4 കിലോ MDMA കണ്ടെത്തുകയുണ്ടായി. ഒരാൾ നിബിൻ എന്ന് പറയുന്ന ആൾ ചങ്ങനാശ്ശേരിക്കാരനും ഹാഷിം ലബ്ബ എന്ന് പറയുന്ന തിരുവല്ല വാസിയാണ്. നമ്മൾ തൃക്കൊടിത്താനത്തുള്ള ഹാഷിം ലബ്ബ ആണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത് പിന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ക്യാച്ചാണ്. ഇത് ഒരുപക്ഷെ നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത്രയും പിന്നെ നാട്ടിലോട്ട് പടർന്ന് പിടിക്കുമായിരുന്നു. ഇത് കച്ചവടം ചെയ്ത് ആൾക്കാരിലോട്ട് എത്തുമായിരുന്നു. എന്തായാലും നല്ലൊരു ക്യാച്ചായിട്ടാണ് ഇതിനെ കാണുന്നത്. താങ്ക് യു. ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നതായിട്ട് പറയുന്നത്. കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവർ പറയുന്നത് നമുക്ക് അങ്ങേറ്റം വിശ്വസിക്കാൻ പറ്റില്ല. കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൻ്റെ റാക്കറ്റിൽപ്പെട്ട മറ്റുള്ളവരിലോട്ടും ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അത് മറ്റേ ട്രാവൽ ബാഗിനകത്ത് കണ്ടായിട്ടാണ് പറയുന്നത്. അവരങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. കവർ സെപ്പറേറ്റ്. ഇത് 3-4 വേണം. പിന്നെ ഇവർക്ക് എന്തെങ്കിലും തിങ്സോ ബാഗോ എന്തെങ്കിലും വേറെ വാല്യൂബിൾസ് ഒന്നും കാണിക്കാനില്ല നമുക്ക്. ഇല്ലല്ലോ ഇല്ലല്ലോ. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുത്തെ പ്രസ് ക്ലബിൽ വെച്ചിരുന്നപ്പോഴത്തേക്കും വാർത്തയൊന്നും തരുന്നില്ല വിഷമം വരുന്നത് നമ്മല്ല ഇവിടുത്തെ അഞ്ചാം വാർഡ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ്. മെമ്പർ ആരാ ചോദിച്ചാൽ അവിടെ